LP, UP പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി 2023 നടന്ന LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയത്തിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഇന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏത്? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏത്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കുറിച്യർ കലാപം. ഏതാണ്? കുറിച്യർ കലാപം. രണ്ടാമത്തെ ചോദ്യം, പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആര്? പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനാണ്. മൂന്നാമത്തെ ചോദ്യം, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് എന്ത്? ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് എന്ത്? എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 4. കൊച്ചി രാജപ്രജാമണ്ഡലം സ്ഥാപിച്ചതാര്? കൊച്ചി രാജപ്രജാമണ്ഡലം സ്ഥാപിച്ചതാര്? ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, VR കൃഷ്ണനെഴുത്തച്ഛൻ. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. ആദ്യത്തെ പ്രസിഡന്റ് AO ഹ്യൂമാണ്. 2. 1885 ഡിസംബറിലാണ് സ്ഥാപിതമായത്. 3. മുംബൈയിൽ വെച്ചാണ് കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനം നടന്നത്. 4. കോൺഗ്രസ് അധ്യക്ഷയായ ആദ്യത്തെ വനിതയാണ് സരോജിനി നായിഡു. ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2ഉം 3ഉം ആണ് ശരി. ഇതിലാണ് 1885 ഡിസംബറിലാണ് സ്ഥാപിതമായത്, അതുപോലെ മുംബൈയിൽ വെച്ചാണ് കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനം നടന്നത്. ബാക്കി തെറ്റാവാൻ കാരണം ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? AO ഹ്യൂം അല്ല അല്ലെ, WC ബാനർജി ആണ്. അതുപോലെ കോൺഗ്രസ് അധ്യക്ഷയായ ആദ്യത്തെ വനിതയാണ് ആനി ബസന്റ്. ആരാണ്? ആനി ബസന്റ്. ആറാമത്തെ ചോദ്യം, മഹാസ്നാനഘട്ടം ഉത്ഖനനം ചെയ്യപ്പെട്ട സ്ഥലം. മഹാസ്നാനഘട്ടം ഉത്ഖനനം ചെയ്യപ്പെട്ട സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മോഹൻജൊദാരോയാണ്. 7. കൺഫ്യൂഷ്യനിസം എന്ന തത്വചിന്താധാര ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? കൺഫ്യൂഷ്യനിസം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, ചൈനീസ് സംസ്കാരം. 8. നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ. നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഭഗത് സിംഗ് ആണ്. 9ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആര്? ഇന്ത്യയുടെ പ്രഥമ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആര്? ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹോമി ജഹാംഗീർ ബാബയാണ്. ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.